ഇവിടെ എല്ലാവരോടും ഞാൻ അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോകാന്നാ പറയാൻ പോകുന്നേ. മോനെ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അവളുള്ള വീട്ടിലേക്കാണോ? അല്ല, ഒരു പൊതുസ്ഥലത്തേക്ക് നമ്മൾ പോകുന്നേ. അവിടെ വെച്ച് അമ്മയ്ക്ക് അർച്ചനയെ കാണാം. പണ്ട് രാജീവ് അന്വേഷിച്ച കേസ് പോലെ അല്ല ഇത്. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഇപ്പൊ ഈ കേസിലുണ്ട്. നല്ല ഒന്നാന്തരം കുരുക്ക അയാൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ. അന്നവനെ ജീവനോടെ വിട്ടതാ അബദ്ധമായി പോയത്. നിന്നൊക്കെ എന്തിനു കൊള്ളാം? മാഡം, അന്ന് അയാൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ ഭാഗ്യം ഇപ്പോ ഒരു കാളസർപ്പത്തിന്റെ രൂപത്തിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? കോടതിയിൽ എന്നെ കീറി മുറിക്കാൻ കാത്തിരിക്കുക ആരതിയും സച്ചിയെല്ലാം. ആ തെളിവുകൾ നശിപ്പിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല മാഡം. എന്തെങ്കിലും വളഞ്ഞ വഴി കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഈ നശിച്ച അമ്മാവൻ കാരണം എന്റെ മോളുടെയും ജീവിതം പോലും ഇല്ലാതാവും. എനിക്ക് തോന്നുന്നത് ഈ അമ്മായിയെ മോളെയും ഒന്നുകൂടി കാര്യമായി ചോദ്യം ചെയ്താൽ ഈ സുഗതൻ മേനോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്നാ. എനിക്ക് തോന്നുന്നില്ല മൂർത്തി. ആ അമ്മാവനെ കൊണ്ട് ജീവിതം തൊലഞ്ഞു പോയരാ അമ്മയും മോളും. എന്തോ അവർ രണ്ടുപേരും അത്ര നല്ല പുള്ളികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ അമ്മേ? നിന്റെ അച്ഛനെ കൊന്ന കേസിന്റെ ചർച്ച അവിടെ നടക്കുന്നേ. മൂർത്തി, ഏത് കടലിനടിയിൽ പോയി ഒളിച്ചിരുന്നാലും സുഗതൻ മേനോനെ കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ ആളുകൾ അയാളെ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് മാഡം. കയ്യിൽ കിട്ടിയാലുടനെ അയാളെ തീർത്ത് കളഞ്ഞേക്കണം. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഞാൻ അകത്തു പോയാ എന്റെ മോൾക്ക് ആരും ഇല്ലാതായി പോവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ആരാത്? അമ്മായി അവിടെ ഒളിച്ചു നിന്ന് എന്തെടുക്ക? ചോദിച്ചത് കേട്ടില്ലേ? അമ്മായി ഇതാ അമ്മായി ഞങ്ങള് സംസാരിക്കുന്ന ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു അല്ലേ? അയ്യോ അല്ല മോളെ, ഞാൻ മോൾക്ക് ചായയും കൊണ്ട് വന്നതാ. അപ്പോഴാ നിങ്ങൾ എന്തോ ഗൗരവമുള്ളത് സംസാരിക്കുന്ന കണ്ടത്. ഇതിനിടയ്ക്ക് ഇവിടെ വന്ന് കയറാമോ എന്നുള്ള ശങ്ക കൊണ്ട് അവിടെ തന്നെ നിന്നുപോയെന്നേ ഉള്ളൂ. കള്ളം പറയരുത്. തള്ളയും മോളും കൂടെ എന്നെ കേസിൽ കൊടുക്കാനായിട്ട് തെളിവുണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ? അയ്യോ എന്റെ പൊന്നു മോളെ, അങ്ങനെ ഒന്നും പറഞ്ഞേക്കല്ലേ. ഞാനും എന്റെ മോളും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാ. ഇവർ പറയുന്നത് വിശ്വസിക്കേണ്ട മാഡം. സുഗതൻ മേനോൻ ആരാണെന്ന് ഇവർക്കറിയാം. അമ്മായി, ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ചുറ്റിലും. എന്റെ ചോറ് തിന്നോണ്ട് ഇവിടെ കഴിയുന്ന നിങ്ങളും എന്നെ നശിപ്പിക്കാനാണ് വന്നതെങ്കിൽ അമ്മയും മോളെ ഞാൻ വെറുതെ വിടില്ല, കൊന്നു കളയും. ഇങ്ങനെ ചങ്കി കൊള്ളുന്ന വർത്താനം ഒന്നും പറയരുത് മോളെ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടെ വന്നു കയറി ഞങ്ങൾക്ക് അന്നം തന്ന മോൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? മോള് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. എങ്കി പറ, ആരേ സുഗതൻ മേനോൻ? അയാൾ എന്തിനാ അമ്മാവന്റെ കേസുമായിട്ട് പോകുന്നത്? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല മോളെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളും ഒരു ബന്ധവും ഇല്ല.
മോളി അമ്മായി പറയുന്നത് വിശ്വസിക്കണം. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞ മോള് വേണമെങ്കിൽ അമ്മായിയെ കൊന്നോ. എന്നാലും ഞങ്ങളിങ്ങനെ സംശയിക്കല്ലേ മോളെ. ഞങ്ങൾ വേണമെങ്കിൽ കോടതി വന്ന് മോൾക്ക് വേണ്ടി സാക്ഷി പറയാം. മോള് പറഞ്ഞാ മതി. തൽക്കാലം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ മറിച്ചാണ് സത്യം എന്ന് തെളിഞ്ഞാൽ പിന്നെ അമ്മയും മോളും ഈ ഭൂമുഖത്തുണ്ടാവില്ല. പൊയ്ക്കോ. ചായ നിങ്ങളോട് ആരാ ഇപ്പൊ ചായ ചോദിച്ചത്? കൊണ്ടുപോ. അമ്മേ, നാളെ നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. എങ്ങോട്ട്? അമ്മയുടെ മോളെ കാണാൻ. സത്യമാണോ മോനെ പറയുന്നത്? അർച്ചന ഈ വീട്ടിലെത്തുന്നത് വരെ ഞാൻ ഇക്കാര്യം അമ്മയോട് പോലും പറയണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു പ്രത്യേക സന്ദർഭത്തില് അമ്മയോട് പറഞ്ഞുപോയി. ആ നിമിഷം മുതൽ അമ്മ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. അവസാനം അമ്മ ഹോസ്പിറ്റലുമായി. ഇനി അമ്മയുടെ ജീവൻ അപകടത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, അർച്ചനെ അമ്മയെ കാണിക്കാം. അർച്ചനെ കണ്ടു കഴിയുമ്പോൾ അമ്മയുടെ ആശങ്കകളെല്ലാം മാറും. പക്ഷേ ഇക്കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ ഇവിടെ മറ്റൊരാളും അറിയാൻ പാടില്ല. അത് അമ്മ എനിക്ക് ഉറപ്പു തരണം. ഇല്ല മോനെ, അമ്മ ആരോടും പറയത്തില്ല. ഇവിടെ എല്ലാവരോടും ഞാൻ അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോകാന്നാ പറയാൻ പോകുന്നേ. മോനെ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അവളുള്ള വീട്ടിലേക്കാണോ? അല്ല, ഒരു പൊതുസ്ഥലത്തേക്ക് നമ്മൾ പോകുന്നേ. അവിടെ വെച്ച് അമ്മയ്ക്ക് അർച്ചനയെ കാണാം. പക്ഷേ അമ്മ നിയന്ത്രണം വിട്ടു പോകരുത്.